കയറ്റുമതിക്കുള്ള പച്ചക്കറി സൂക്ഷിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ സജ്ജീകരണമൊരുക്കും. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി വിഷയത്തിൽ ഇടപെട്ടു. മഴയേൽക്കാതെ സാധനങ്ങൾ സൂക്ഷിക്കാൻ സംവിധാനമൊരുക്കുമെന്ന് എം.പിയെ എയർപോർട്ട് ഡയറക്ടർ അറിയിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, ഏത് തരത്തിലാണ് നടപടികൾ? കഴിഞ്ഞ ദിവസമാണ് നമ്മളുടെ ചാനൽ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന പച്ചക്കറികൾ കഴിഞ്ഞ ദിവസം മഴയേറ്റ് നനഞ്ഞ് നശിച്ച വിവരം പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് ന്യൂസ് കണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടിയുമായി ഇ.ടി. മുഹമ്മദ് ബഷീർ, അതായത് വിമാനത്താവള ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ ബഷീർ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. അതായത് എയർപോർട്ടിലെ ഡയറക്ടറുമായി സംസാരിക്കുകയും ഇതിന് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർപോർട്ട് ഡയറക്ടർ ഇ.ടി. മുഹമ്മദ് ബഷീറിന് പ്രത്യേകമായ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഒരിക്കലും മഴയേൽക്കാതെ സാധനങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എയർപോർട്ടിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഇത്തരത്തിൽ മഴ നനഞ്ഞു പോയ സംഭവത്തെ കുറിച്ചുള്ള വിശദീകരണം തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള അടിയന്തര യോഗം ഇന്ന് വൈകുന്നേരം കൂടുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സ്വാതി, കയറ്റുമതിക്കായുള്ള പച്ചക്കറി സൂക്ഷിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രത്യേക സജ്ജീകരണം ഒരുക്കും. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് എം.പിയുടെ ഇടപെടൽ. ആ വിവരങ്ങളാണ് ലിനറ്റ് നൽകിയത്.